ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടിച്ചക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, എന്നാൽ അത് തൊലി കളയാനും കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ഇതുണ്ടാക്കാറില്ല. എന്നാൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കത്തിയിലും കൈമലൊന്നും അതിൻ്റെ വിളഞ്ഞാവാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇടിച്ചക്കയുടെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ടിപ്പുമായിട്ടാണ്. ഒപ്പം തന്നെ തനി നാടൻ രുചിയിലുള്ള ഒരു ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഇടിച്ചക്ക വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുക എന്ന്. അപ്പം ഞാനിവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഞെട്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വരുമ്പോഴേക്കും ഈ ഇടിച്ചക്ക ഒരു 90% വരെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3 വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇനി ഈ ഇടിച്ചക്കയുടെ ചൂടാറാനായിട്ട് ഈ കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇടിച്ചക്ക നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് വേവിച്ചെടുത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ വിളഞ്ഞ് നമ്മുടെ കൈകളിലും കത്തിയിലും കട്ടിംഗ് ബോർഡിലൊന്നും ആയിട്ടുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കറക്ക് വിളഞ്ഞി എന്ന് പറയാം. പല നാട്ടിലും പല പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഈ ഇടിച്ചക്കയുടെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക. നമ്മളിത് വേവിച്ചെടുത്തതുകൊണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും തൊലി കളഞ്ഞെടുക്കുക. കണ്ടോ, നമ്മുടെ കത്തിയിൽ ഇതിൻ്റെ വിളഞ്ഞ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചക്ക ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കട്ടിംഗ് ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഇടിച്ചക്കയുടെ ഇതിൻ്റെ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റണം നിർബന്ധമൊന്നുമില്ല, അതോടുകൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇടിച്ചക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് തോരൻ വെക്കുക അല്ലെങ്കിൽ കറി വെക്കുക എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇടിച്ചക്ക കൊണ്ട് ഇടിച്ചക്ക തോരനാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇടിച്ചക്ക കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പൾസ് ബട്ടൺ അമർത്തിയിട്ട് പൾസ് ചെയ്തെടുക്കുക. ഇടിച്ചക്ക ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് നിങ്ങൾ തേങ്ങ അരക്കുന്നത് പോലെ നിർത്താതെ അങ്ങോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ ഇത് വെന്തതല്ല, ഇത് പേസ്റ്റായി പോവും. അപ്പോൾ ഇതുപോലെ കിട്ടാനും പൾസ് മോഡിലിട്ടിട്ട് നിർത്തിയിട്ട് 1-2 തവണ പൾസ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഇടിച്ചക്ക മുഴുവനായിട്ടും എടുക്കുന്നില്ല. ഇതിൽ നിന്നും പകുതി ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഞാനൊരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇടിച്ചക്ക ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് നമുക്കിത് കൊണ്ട് തോരനോ അല്ലെങ്കിൽ കറിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയെടുത്താലും മതി കേട്ടോ. എനിക്ക് തേങ്ങ ചിരകിയെടുക്കാനുള്ള മടി കാരണമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കുരുമുളകും കാന്താരി മുളകൊക്കെ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ അരപ്പിലേക്കും ഇടിച്ചക്കയിലേക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കൂലേ, അതുപോലെ അങ്ങോട്ട് ചതച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഈ അരപ്പ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഈ ഇടിച്ചക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുക.
കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ ഒരു 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത തേങ്ങയുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഇളക്കിയെടുത്തിട്ട് ഈ തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ഇടിച്ചക്ക ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇടിച്ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇടിച്ചക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഈ അരപ്പ് ഇടിച്ചക്കയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാൽ ഇടിച്ചക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇനി ഉണ്ടോയെന്ന് ചോദിച്ച് വാങ്ങിക്കഴിക്കും. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റിയാണിത്. പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കാനും തൊലി കളയാനൊക്കെ മടിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. വളരെ ഈസിയല്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്